കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ഈശോയ്ക്കു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ഈശോയ്ക്കു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ
നിറമേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശാലോമിൻ്റെ മന്ന എന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവം ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഒപ്പം ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താനും പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ നാളുകൾക്ക് മുമ്പ് കത്തോലിക്ക സഭയിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോയ ഒരു സഹോദരനെ പരിചയപ്പെടാനായിട്ടിടയായി. സംസാരമധ്യത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള കുറേ ന്യായീകരണങ്ങൾ അദ്ദേഹം നേരത്തെ ഉണ്ടായി. അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം ഇതാണ്. അദ്ദേഹം പറയുകയാണ്, കത്തോലിക്ക സഭ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. കാരണം വചനമനുസരിച്ചല്ല സഭാ മക്കൾക്ക് പ്രബോധനങ്ങൾ നൽകുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ബൈബിളിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങൾ അപ്പസ്തോലന്മാരെക്കുറിച്ച് മറ്റ് പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഇന്ന് കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തെയാണ്. അത് ശരിയല്ല. കാരണം പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് സഭ തെറ്റായ പ്രബോധനമാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ സത്യം തിരിച്ചറിയണമെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധ കന്യാമറിയത്തിന് കുറച്ച് സ്ഥാനം കൊടുത്തിരിക്കുന്നു, എന്തുകൊണ്ട് യേശുക്രിസ്തുവിന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നുവെന്ന് സഭയുടെ പഠനത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുറിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ബൈബിൾ രചിക്കപ്പെട്ടത്? അത് രചിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് അതിൻ്റെ പിറകിലുണ്ടായിരുന്ന ദൗത്യം എന്തായിരുന്നു?
എന്നുള്ളതിനെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. അവിടെ ഇങ്ങനെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേക കാര്യങ്ങൾ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ലോകരക്ഷകനായ കർത്താവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം ലോകം മുഴുവനുള്ള മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ബൈബിൾ രചിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായ മനുഷ്യൻ ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ പറയുകയാണ്, ബൈബിൾ രചിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് ലോകത്തുള്ള സകല മനുഷ്യരും അറിയണം. അങ്ങനെ ആ അറിവിലൂടെ അവൻ വിശ്വാസത്തിലേക്ക് വരണം. ഈ വിശ്വാസത്തിലൂടെ അവൻ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ നിത്യജീവൻ പ്രാപിക്കണം. ഇതാണ് ബൈബിളിൻ്റെ ആകത്തുകയായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബൈബിളിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. വിശുദ്ധ ബൈബിളിൽ ഒരിക്കൽ പോലും മറിയത്തെ താഴ്ത്തിക്കെട്ടുകയോ മറിയത്തെ മാറ്റി നിർത്തുകയോ മറിയത്തെ വില കുറച്ച് കാണുകയോ ചെയ്യാൻ ബൈബിൾ ഒരോട് നമ്മളെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: പാപം ചെയ്ത് കൃപ നഷ്ടപ്പെട്ട് ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യന് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവം ഇങ്ങനെ അവിടെ പറയുകയാണ്, സാത്താനോട് ദൈവം കൽപ്പിക്കുകയാണ്, പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവൻ്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തെ നശിപ്പിച്ച സാത്താനോട് ദൈവം ആദ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ കന്യാമറിയവുമായിട്ടാണ്. അങ്ങനെ ബൈബിളിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ രക്ഷാകര ചരിത്രത്തിലേക്ക് മറിയത്തിൻ്റെ പ്രമുഖമായ സ്ഥാനം വിശുദ്ധ ബൈബിൾ എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുകയാണ്, മറ്റു പല ഗ്രന്ഥങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പരിശുദ്ധ കന്യാമറിയത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പുതിയ നിയമഗ്രന്ഥത്തിലേക്ക് നമ്മൾ വരികുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്ന ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു. പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ ആദ്യ ഗ്രന്ഥത്തിൽ തന്നെ യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തി വരുമ്പോൾ മറിയത്തിൻ്റെ 1-ാം സ്ഥാനം അവിടെ എടുത്തു പറയുകയാണ്. കുറേ പുരുഷന്മാരുടെ പേരുകൾ പറഞ്ഞു വന്നിട്ട് അവിടെ ഏറ്റവും അവസാനം ഇവളിൽ നിന്ന്, മറിയത്തിൽ നിന്ന് രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നുവെന്ന് മറിയത്തെ ബൈബിൾ ഉയർത്തിപ്പിടിക്കുക. അപ്പം രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധാത്മാവ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ മറിയത്തിൻ്റെ അടുത്ത് സ്വർഗത്തിലെ ദൂതൻ വന്ന് നീ കൃപ നിറഞ്ഞവളാണെന്നും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. തുടർന്ന് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ മാധ്യസ്ഥം നമുക്കവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ കൃത്യമായ മാധ്യസ്ഥവും ഇടപെടലും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ, യേശു ആദ്യമായിട്ട് ഒരത്ഭുതം തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് കാരണക്കാരിയായി നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. വീണ്ടും കാണാൻ സാധിക്കും, തുടർന്നുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പിന്നീടുള്ള യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലും
അവൻ്റെ കുരിശിൻ്റെ വഴിയിലും കുരിശിൻ മരണത്തിലും ആ കുരിശിൻ്റെ കീഴിലുമെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം വളരെ സത്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്, കുരിശിൽ കടന്ന യേശു ലോകം മുഴുവനുമുള്ള മനുഷ്യ മക്കൾക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തെ ഇതാ ലോകത്തിൻ്റെ അമ്മ, നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനും അമ്മയായി യോഹന്നാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതാ പന്തക്കുസ്ത ദിനത്തിൽ ചിതറിപ്പോയ ശിഷ്യ സമൂഹത്തെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പുതിയ ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയം എത്രമാത്രം അവളുടെ സാന്നിധ്യവും അവളുടെ കഴിവും അവളുടെ പ്രാർത്ഥനയും ഒക്കെ അവിടെ വിനിയോഗിക്കുന്നു കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, മറിയത്തെ ഒരിക്കലും ബൈബിൾ താഴ്ത്തിക്കെട്ടുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് രക്ഷാകര ചരിത്രത്തിൻ്റെ മാറ്റപ്പെടാത്ത ഏടുകളിൽ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു സ്ഥാനം യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുഖ്യമായി മുഴച്ചു നിൽക്കുന്നത് ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് മറിയത്തോട് പ്രാർത്ഥിക്കണമെന്നും മറിയത്തോട് അപേക്ഷിക്കണമെന്നും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും മറിയത്തിൻ്റെ മാധ്യസ്ഥ സഹായം നമ്മൾ തേടണമെന്നുമൊക്കെ സഭ പഠിപ്പിക്കുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ്. വീണ്ടും പ്രിയമുള്ളവരെ, കാണുവാനായിട്ട് സാധിക്കുകയാണ്, പിതാവായ ദൈവം ഈ മറിയത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പിതാവായ ദൈവത്തിന് പരിശുദ്ധ കന്യാമറിയം ആരായിരുന്നു? ഒരുപക്ഷെ നമ്മൾക്ക് ഉത്തരമുണ്ട്, അവൾ പിതാവായ ദൈവത്തിന് ഒരു മകളായിരുന്നുവെന്ന്. വെറും ഒരു മകൾ എന്ന പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കില്ല പ്രിയമുള്ളവരെ. കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു വിശേഷണമുണ്ട്? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു വിശേഷണമുണ്ട്. കാരണം അവൾ പിതാവായ ദൈവത്തിൻ്റെ വെറും മകളല്ല, മറിച്ച് വിശ്വസ്തയായ മകളാണ്. വിശ്വസ്തയായ മകളാണ്. ഒരിക്കൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച മറിയം, പ്രിയമുള്ളവരെ, ആ ഒരിക്കൽ പോലും പിന്നീട് ആ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല. ജീവിതത്തിൽ പല സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ മറിയം കടന്നുപോയി. പക്ഷേ ദൈവത്തോടുള്ള വിശ്വസ്തത ഒരിക്കലും അവൾ ഉപേക്ഷിച്ചില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും എത്രയോ പ്രാവശ്യം ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം വചനത്തെ ധിക്കരിച്ച് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവത്തെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും പരിശുദ്ധ കന്യാമറിയം പിതാവായ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്തയായ ഒരു മകളാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് വിശ്വാസത്തിൽ നമ്മളെ വളരുവാൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥ സഹായം വളരെ ഫലപ്രദമാണ് പ്രിയമുള്ളവരെ. വിശ്വാസം ക്ഷയിച്ചു പോകുമ്പോൾ ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ വിശ്വാസത്തിൽ നമ്മളെ വളരുവാനായിട്ട്, ഞെരുക്കങ്ങളിൽ നമ്മളെ താങ്ങുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയം ഇതിൻ്റെ വിശ്വസ്തത നമ്മളെ സഹായിക്കും. വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന് പരിശുദ്ധ കന്യാമറിയം ആരായിരുന്നു? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്, പരിശുദ്ധ കന്യാമറിയം യേശുവിന് വെറുമൊരു മാതാവായിരുന്നില്ല. പിന്നെയോ മാതാവും മാതൃകയുമായിരുന്നു പരിശുദ്ധ കന്യാമറിയം. യേശു പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചത്, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനുഷ്യനായ യേശു കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതുമെല്ലാം ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മടിയിലിരുന്ന് പിതാവിൻ്റെ മുഖം ധ്യാനിക്കാൻ പരിശുദ്ധ കന്യാമറിയമാണ് മനുഷ്യനായ യേശുവിനെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ. കാരണം മറിയത്തിൻ്റെ സമർപ്പണവും മറിയത്തിൻ്റെ വിശ്വസ്തതയും മറിയത്തിന് ദൈവത്തോടുള്ള ആ കൂറുമൊക്കെ മനുഷ്യനായ യേശു കണ്ട് പഠിച്ച് അവൻ വളർന്നു. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ദൈവത്തിൽ എങ്ങനെ ശരണം പ്രാപിക്കണമെന്ന്, ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന്, സഹനത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നെല്ലാം മനുഷ്യനായ യേശു പഠിച്ചത് പരിശുദ്ധ കന്യാമറിയത്തെ നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ കന്യാമറിയം യേശുവിന് വെറും മാതാവല്ല, മറിച്ച് അവനൊരു മാതൃക കൂടിയായിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെടുത്ത് ഏറ്റവും വലിയ മാതൃകയായി കാണിക്കാൻ പറ്റുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യാമറിയത്തെ തന്നെയാണ്. കാരണം മാതൃകപരമായ ജീവിതം നയിക്കുന്ന ഏതു വ്യക്തിക്കും
ശക്തിയും പ്രചോദനവും നൽകുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് പരിശുദ്ധ കന്യാമറിയം ആരായിരുന്നു? വെറുമൊരു മണവാട്ടിയായിരുന്നില്ല പരിശുദ്ധാത്മാവിന് പരിശുദ്ധ കന്യാമറിയം. പിന്നെയോ വിശ്വസ്തയായ, വാക്ക് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ, വിശ്വസ്തയായ മണവാട്ടിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. നമുക്ക് ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ രക്തബന്ധം ആണ് എന്ന്. ഇതൊന്നുമല്ല എന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഒരു മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബന്ധമെന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ തർക്കത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നുണ്ട്. അവിടെ വിവാഹ ബന്ധത്തെക്കുറിച്ചൊക്കെ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ തർക്കിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ആകയാൽ പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയുമായിട്ട് പറ്റിച്ചേരും. പിന്നീട് അവർ രണ്ടല്ല, അവർ ഏകമാണ്, ഒരു ശരീരമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബന്ധം മണവാളനും മണവാട്ടിയുമായിട്ടാണെങ്കിൽ ആത്മീയമായി പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആത്മബന്ധം ഒരു മണവാളനും മണവാട്ടിയും പോലെയുള്ള ഹൃദയബന്ധമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വസിച്ച വ്യക്തി യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് വസിച്ചത് തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും നമുക്ക് വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഏതു വ്യക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും, എല്ലാ ദാനങ്ങളും, എല്ലാ വരങ്ങളും ലഭിക്കും. കാരണം സർവഗുണത്തിൻ്റെയും ഉറവിടമാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ കന്യാമറിയം, ആ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൽ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ, അവളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവളുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവളുടെ മാധ്യസ്ഥം തേടുമ്പോൾ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ അവൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ചൊരിയും. പ്രിയമുള്ളവരെ, ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെ ഉള്ള എൻ്റെ അയൽവക്കത്ത് നിന്ന് ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. ആ കുഞ്ഞ് വന്നെന്നോട് പറഞ്ഞു, ചേട്ടാ വീട്ടിൽ വരെ വരാൻ അമ്മച്ചി പറഞ്ഞു വിട്ടു. ചോദിച്ചു, എന്താണ് മോനെ കാരണം? അവൻ പറഞ്ഞു, വല്യമ്മച്ചി കുറേ നാളായിട്ട് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിയാമല്ലോ, അമ്മച്ചിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനാണ്. പ്രിയമുള്ളവരെ, അവരുടെ കുടുംബത്തിൽ ഒരു 93 വയസ്സുള്ള ഒരമ്മച്ചി വളരെ നാളുകളായിട്ട് കിടപ്പിലാണ്. എന്നാൽ ഈ 1.5 മാസമായിട്ട് ഈ അമ്മച്ചി തീർത്തും അവശയാണ്. 1.5 മാസമായിട്ട് ഭക്ഷണം കഴിക്കുകയോ കണ്ണു തുറക്കുകയോ മിണ്ടുകയോ ചെയ്യാതെ ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന അമ്മ. മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല. ഇതുപോലെ കിടക്കുന്ന ഒരമ്മ. ഞാൻ ഈ കുഞ്ഞിൻ്റെ കൂടെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രിയമുള്ളവരെ, ആ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരൊക്കെ അവിടെ മണിക്കൂറുകൾ മുമ്പേ പ്രാർത്ഥനയായിരുന്നു. അവിടെ ആ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ അമ്മച്ചിക്ക് 4 മക്കളാണ്. അതിൽ 2 പേര് കത്തോലിക്ക സഭ വിട്ട് മറ്റൊരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ബാക്കി 2 പേര് ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന വ്യക്തികളാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മ മാത്രമാണ് യഥാർത്ഥത്തിൽ സഭയുമായിട്ട് അല്പമെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ഞാനിവിടെ ആ ആൾക്കൂട്ടത്തെ കണ്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. ആ സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ 1.5 മാസമായിട്ട് യാതൊരു അനക്കവുമില്ലാതെ കിടക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചു ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അവിടെ കൂടി ആളുകളോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, അവർ സമ്മതിച്ചു. എന്ത് ചൊല്ലി പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, ഈ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ഒരാഗ്രഹത്തിലാണ് അവരിയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റ് സഭാ സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട്. ഞാൻ എൻ്റെ ജപമാല കൈകളിലെടുത്തു. ഞാനും എൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ജപമാലയുടെ ഓരോ രഹസ്യവും
ഞാൻ പ്രത്യേകമായി ഈ വല്യമ്മച്ചിയെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ നെഞ്ചിലേക്ക് സമർപ്പിച്ച ഈ അമ്മയുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചോദിച്ചുകൊണ്ട്, പ്രാശ്ചിത്തം ചോദിച്ചുകൊണ്ട് ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇങ്ങനെ 1-2 രഹസ്യങ്ങൾ കഴിഞ്ഞു. 4 രഹസ്യവും കഴിഞ്ഞ് 5-ാമത്തെ രഹസ്യത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ഇങ്ങനെ തരികയാണ്. ഞാൻ 5-ാമത്തെ രഹസ്യം ചൊല്ലി സമർപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മച്ചിയെ ഞാനിപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി. പരിശുദ്ധ അമ്മേ, യേശുക്രിസ്തുവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലെന്നാണല്ലോ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്കിലും പ്രിയപ്പെട്ട മാതാവേ, നിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ അമ്മ അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിനെതിരായി ഏതെങ്കിലും ഒരു പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൻ്റെ മണവാളനായ പരിശുദ്ധാത്മാവിനോട് നീ പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥിച്ച ഈ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് മാധ്യസ്ഥം വഹിച്ച ഈ അമ്മയ്ക്കൊരു നല്ല മരണം കൊടുക്കാനായിട്ട് നീ ഇടപെടണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, 1.5 മാസമായിട്ട് കണ്ണു തുറക്കാതെ കിടന്ന ഈ അമ്മ പെട്ടെന്ന് 100-ന്റെ ബൾബ് പോലെ കണ്ണു തുറന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മിഴിച്ചു നോക്കി ഈ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഓരോ മണിയിലൂടെ കടന്നുപോയി. 10 മണി നന്മ നിറഞ്ഞ മറിയം ചെല്ലി നടത്തി ഞാൻ പിതാവിനും പുത്രനും വെച്ച് ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അമ്മ നല്ലവണ്ണം ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചു. നല്ലവണ്ണം ഞങ്ങളെ മുഖത്ത് നോക്കി നല്ലവണ്ണം ഈ അമ്മയൊന്ന് ചിരിച്ചിട്ട് പ്രിയമുള്ളവരെ സാവധാനം കണ്ണടച്ച് ആ നിമിഷം അങ്ങ് മരിച്ചു. പ്രിയമുള്ളവരെ, എനിക്കിത് വലിയ ഒരു വിശ്വാസത്തിന് കാരണമായിത്തീരുന്നു. ഇത് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുകയാണ്. കാരണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആ വലിയ അനുഗ്രഹം, വലിയ വിടുതൽ ഏത് കഠിന പാപിയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ എത്ര മരണത്തിന് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ മരണത്തിന് ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ വിടുതലുണ്ടായി. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാൻ പല വ്യക്തികളെയും ഇതുപോലെയുള്ള പല വ്യക്തികളുടെയും അടുത്തുപോയി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് നല്ല മരണം സംഭവിച്ചതായിട്ട് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജോൺ പോൾ മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ഓ മറിയമേ, ഞാൻ എപ്പോഴും നിൻ്റേതാണ്. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. പരിശുദ്ധ അമ്മയെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ജോൺ പോൾ പാപ്പായോട് ചേർന്ന് ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുപറയാം: ഓ മറിയമേ, ഞാൻ പരിപൂർണമായും നിൻ്റേതാണ്. അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അമ്മയോടുള്ള സ്നേഹം ഉത്തരോത്തരം വർദ്ധിച്ച് പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിച്ച് നമ്മളുടെ ജീവിതത്തെ നയിക്കാൻ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ